ഹലോ, നമസ്കാരം. നമ്മളിന്നിവിടെ യോഗയിലെ പത്മാസനത്തിൽ എങ്ങനെ സിമ്പിളായിട്ട് ഇരിക്കാമെന്ന് ഒന്ന് പരിശീലിക്കാം. അതിനായിട്ട് ശാരീരിക ചെറിയ ലൂസനിങ്ങിലൂടെ നമുക്ക് പത്മാസനത്തിലേക്ക് ദൈനംദിന പ്രാക്ടീസിലൂടെ നമുക്ക് സിമ്പിളായിട്ട് പത്മാസനത്തിലേക്ക് ഇരിക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ശാന്തമായിട്ടിരിക്കാം. എന്നിട്ട് ചെറുതായിട്ടുള്ള കാലിന്റെ മൂവ്മെന്റിലൂടെ നമുക്ക് 2-3 സ്റ്റെപ്പ് മൂവ്മെന്റിലൂടെ നമുക്ക് പത്മാസനത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റില് കാല് തറയിൽ വെച്ചതിന് ശേഷം ചെറുതായിട്ട് റബ് ചെയ്ത് കൊടുക്കാം. കഴിയുന്നത്ര പ്രാവശ്യം നിർത്തി ചെയ്യുന്നത് നന്നായിരിക്കും, ബുദ്ധിമുട്ടുള്ളവർ. അങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്തതിനു ശേഷം അടുത്തത് കാലിന്റെ പത്തി മൂവ്മെന്റ് ചെയ്യുക. കാൽപ്പത്തികളൊന്ന് മൂവ്മെന്റ് ചെയ്യുക, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അത് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം റൈറ്റിലേക്ക് ചെയ്യുമ്പോൾ 3 ലെഫ്റ്റിലേക്കും ചെയ്യുന്നത് നന്നായിരിക്കും. 6 ചെയ്യാൻ പറ്റുന്നവർ 6 ചെയ്യുക. എത്രയാണ് നിങ്ങൾ കാണുന്നത് അത് ചെയ്യുക. ജസ്റ്റ് ഒരു മൊമെന്റ്. അടുത്തത് ഈ ഭാഗം അടുക്കാനും കുറച്ച് പ്രയാസമായിട്ട് ചെറിയ ജസ്റ്റ് ഒരു മൂവ്മെന്റ് എടുക്കാം. നമ്മൾ ചെയ്യുമ്പോൾ ഈക്വല് ഒരു 3 ചെയ്യുന്നതാണ്, 3 റൈറ്റിൽ ചെയ്യുന്നതാണ്, 3 ലെഫ്റ്റിലും ചെയ്യുന്നത് നന്നായിരിക്കും. ഇനിയിപ്പം 6 ആണെങ്കിൽ 6 റൈറ്റിൽ ചെയ്യുമ്പോൾ 6 ലെഫ്റ്റിൽ. ഞാൻ ഇപ്പം കറക്റ്റ് 6 ചെയ്യുന്നില്ല. അതേപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം മെല്ലെ ഇങ്ങനെ വെക്കുക. ശേഷം ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കുക. വലിച്ച് കയറ്റാൻ പാടില്ല, നല്ല സാവകാശം. നിങ്ങൾക്ക് എത്രയാണോ വെക്കാൻ കഴിയുന്നത് അത്. ചില ആൾക്ക് വെക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഇഷ്ടമാകുന്നത്ര വെക്കുക, പിടിക്കുക. ചെറുതായിട്ടുള്ള മൂവ്മെന്റ് റൈറ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റിലേക്ക് ആ കഴിയുന്നത്ര മൂവ്മെന്റ്. അല്ലേ, ഇങ്ങോട്ട് വരണം. നട്ടല് സ്ട്രൈറ്റ് ആക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇവിടെയുള്ള ബോണിന് കുറച്ച് അയവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ലെഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ഇതേപോലെ നല്ല തേറ്റ് വെക്കുക. ജസ്റ്റ് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ചെറുതായിട്ട് ജസ്റ്റ് ഒരു മൂവ്മെന്റ്. മാക്സിമം വൈഡാക്കി കിട്ടുന്നത്ര വൈഡാക്കുക, മുന്നോട്ട് വരിക. നിങ്ങൾക്ക് കഴിയുന്നത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ബുദ്ധിമുട്ടിയിട്ട് ചെയ്യാൻ പാടില്ല, സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. വിടാം എത്രത്തോളം നമുക്ക് ചെസ്റ്റിൻ്റെ അടുത്ത് വരുന്നതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്
പ്രസ് ചെയ്യാം, വിടാം. അതിനുശേഷം കാലിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതൊന്ന് ചെയ്യാം. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു മൂവ്മെന്റ്. റൈറ്റ്, ലെഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം റൈറ്റ്. ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. സപ്പോർട്ട് ചെയ്യാൻ ഫസ്റ്റിൽ പ്രയാസമായിരിക്കും, നമുക്ക് കഴിയുന്നത്ര പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിക്കാൻ പറ്റും, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ കറക്റ്റ് പിടിച്ച് ലോക്ക് ചെയ്ത് പിടിക്കലാണ് കറക്റ്റ് പിടിച്ചത്. അതിനുശേഷം കാല് മെല്ലെ ഇതിൽ വെക്കുക. അപ്പം ആവശ്യത്തിനാകുന്നത്ര കയറ്റി വെക്കാൻ പാടും, വലിച്ച് കയറ്റാൻ പാടില്ല. ജസ്റ്റ് കാല് മടക്കി നമുക്ക് എത്രത്തോളം കാല് വെച്ചതിന് ശേഷം മൂവ്മെന്റ്, അരക്കെട്ടിന്റെ മൂവ്മെന്റ് എത്രത്തോളം പോകുന്നു ഒന്നും കൂടി അയവ് വരുത്താൻ വേണ്ടിയിട്ടാണിത്. അരക്കെട്ടിന്റെ എത്രത്തോളം മൂവ്മെന്റ് കിട്ടുന്നു നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് പത്മാസനത്തിൽ ഇരുന്നാലും ഒരു പ്രണാമം ചെയ്യാൻ എത്രത്തോളം മൂവ്മെന്റ് കിട്ടുന്നുള്ള പരിശീലിക്കാനും കൂടിയാണ് ഇത്. അല്ലെങ്കിൽ ഭയങ്കര സ്റ്റിഫായിട്ട് കിടക്കും, ഈ കാലിന് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു അയവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇവിടെ കാല് വെക്കാം, ഇത് വെക്കാം. ഇനി ഇവിടെ തറയിൽ വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പില്ലോ വെച്ചാൽ മതി. ഇവിടെ മുട്ടാൻ ചിലർക്ക് പ്രയാസം ഉണ്ടാവും. ഇങ്ങനെ ഈ ഭാഗം മുട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പില്ലോ കൊടുത്താൽ മതി. നട്ടല് സ്ട്രൈറ്റ്, എത്രത്തോളം മുന്നോട്ടും ബാക്കോട്ടും മൂവ്മെന്റ് ഒന്ന് നോക്കാം. കഴിയുന്നത്ര വലിച്ച് ബുദ്ധിമുട്ടാൻ പാടില്ല, കഴിയുന്നത്ര ജസ്റ്റ് ഒന്ന് മൂവ്മെന്റ് കൊടുക്കാം. നേരെ മുന്നോട്ട് റൈറ്റിൽ എത്രത്തോളം വരും നോക്കാം. റൈറ്റിലും മുഖം നിലത്ത് തൊടും, ആകുന്നത്ര ചെയ്താൽ മതി. ജസ്റ്റ് മൂവ്മെന്റ് മാത്രം മതി. തൊടുന്നവർ തൊടിച്ചാൽ നമുക്ക് ഈ ഒരു മൂവ്മെന്റ് കിട്ടിയാൽ മതി. ഈ നെറ്റ് ഇങ്ങനെ പൊട്ടിയാൽ മതി. ലെഫ്റ്റിലേക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, റൈറ്റിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് പോകും. ലെഫ്റ്റിൽ കുറച്ചൊരു പിടുത്തം ഉണ്ടാവും. അത് കാലക്രമേണ ശരിയാവും. ഇതേപോലെ റൈറ്റ് കാല് നല്ല വെക്കുക, ഇതേപോലെ വെക്കുക, എടുത്ത് വെക്കുക, കാല് മടക്കി വെക്കുക. നോക്കാം. ഈ ഒരു മൂവ്മെന്റേ വേണ്ട കേട്ടോ.
ഏകദേശം അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡ്രൈവോട് കൂടി ഇരിക്കാൻ കഴിയും. ഒന്ന് കാലൊന്ന് ഫ്രീ ആക്കാം, അയച്ചിടുക, ഒന്ന് നോക്കാം, ശ്രമിക്കാം എത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, ഈ ഭാഗം എത്രത്തോളം അടുക്കുന്നു അപ്പോൾ അത്രയും നമുക്ക് കയറ്റിയിട്ട് കാല് വെക്കാൻ കഴിയും. ഈ ഭാഗം ഇത്രത്തോളം, ഈ ഭാഗം അടുത്ത് വരുന്നതനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് കയറ്റി വെക്കാൻ കഴിയും കാല്. ഒന്ന് നോക്കാം എത്ര കിട്ടി അല്ലേ. ലെഫ്റ്റ് സൈഡിൽ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്, അതുപോലെ റൈറ്റ് സൈഡ്. നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടം വരെ വരും, കുറച്ചുകൂടി നമ്മൾ ചെയ്യുന്നതനുസരിച്ച് മൂവ്മെന്റിലൂടെ നമുക്ക് കയറി വരും. ഈ രീതിയിൽ യോഗയിൽ ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പത്മാസനം. പത്മാസനത്തിലിരിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ടുള്ള മൂവ്മെന്റിലൂടെ നിത്യേന ശീലത്തിലൂടെ നമുക്ക് സിമ്പിളായിട്ട് പത്മാസനത്തിലേക്ക് ഈ രീതിയിൽ ഇരിക്കാൻ കഴിയും. അത് നിങ്ങൾ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഭാഗം പൊന്തിയിട്ട് കാണും, ഒരു ഭാഗം ഈ ഭാഗം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പില്ലോ വെക്കാം. ഏതെങ്കിലും കുറച്ചൊരു വെയിറ്റുള്ള, കുറച്ച് കനമുള്ള സാധനം പില്ലോ പോലത്തെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം പൊന്തി നിൽക്കും, അല്ലെങ്കിൽ ഈ ഭാഗം പൊന്തി നിൽക്കും ചിലർക്ക്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. തറയിൽ തൊടാനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കതിന് ഗുരുപ്രണാമം പ്രകടിപ്പിക്കാൻ നോക്കാം. ഇരിക്കാൻ സാധിക്കുന്നുണ്ട്, മുന്നോട്ട് എത്ര കുനിയാൻ സാധിക്കുന്നു നോക്കാം. കുഴപ്പമില്ലാത്ത രീതിയിൽ അതും ശരിയായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഇരിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഡെയിലി നമ്മൾ മോർണിംഗിലൊരു സ്റ്റിഫ്നെസ് ഉണ്ടാവും ശരീരത്തിന്. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു മൂവ്മെന്റ് മോർണിംഗിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് വെക്കാൻ കഴിയും. അത് മോർണിംഗ് കഴിഞ്ഞ് കുറച്ച് ഒരു കുറച്ചുകൂടിയും കഴിഞ്ഞാൽ ഒരു സൂര്യനുള്ളതുച്ച് കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്തിന് ഒരു അയവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ആദ്യം രാവിലെ കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു ബോണിന് ഒരു മൂവ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇരിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിരാവിലെ കുളിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അയവ് വരും ശരീരത്തിന്. എന്താ പറഞ്ഞാൽ നമുക്ക് കുളിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി സർക്കുലേഷൻ എല്ലാം ഒന്ന് കൂടിയതിനു ശേഷം കുറച്ചുകൂടി കാല് എടുത്ത് വെക്കാനും കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും അതിരാവിലെ കുളിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് നിത്യേനയുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് സിമ്പിളായിട്ട് ഏതൊരു ആസനവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിത്യേന പ്രാക്ടീസ് വേണം. യോഗയിൽ ഏത് ആസനത്തിലും നമുക്ക് പൂർണ്ണമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിത്യേനയുള്ള പ്രാക്ടീസ് നിർബന്ധമാണ്. ഇന്ന് ചെയ്ത് നാളെ ചെയ്തില്ല അത് എൻ്റെ ഒരു ഗുണം കുറയും. അപ്പോൾ നിത്യേനയുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് ഏത് ആസനത്തിലും നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നതാണ്, ചെയ്യാനും. അതേപോലെ നമുക്ക് ഏത് ആസനമാണോ വേണ്ടത് ആ ആസനം നമ്മൾ മനസ്സിൽ ആ ഒരു പോസ്റ്റർ, ഒരു ഇമേജ് വേണം. ആ ഇമേജിലൂടെ നമുക്ക് നിത്യേനയുള്ള പ്രാക്ടീസിലൂടെ ഇമേജ് ചെയ്യുമ്പോൾ മനസ്സും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഏത് പോസ്റ്റർ ആണെങ്കിലും നമുക്ക് ആ ഇമേജിലൂടെ, ക്രിയേറ്റിവിറ്റിയിലൂടെ, നമ്മളെ മൂവ്മെന്റിലൂടെ, ശരീര മൂവ്മെന്റിലൂടെ നിത്യേനയുള്ള ആഗ്രഹത്താൽ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു വെയിറ്റുള്ള ആളാണെങ്കിലും സ്വാഭാവികമായിട്ട് ആ മൂവ്മെന്റിലൂടെ നമുക്ക് അത് ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശരീരം ഒരിക്കലും
ഓരോ ആസനത്തിലൂടെയും എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത മൂവ്മെൻ്റാണ് കൊടുക്കേണ്ടത്. ശരീരത്തിന് ഒരു മൂവ്മെൻറ്റ് കൊടുത്തതിന് ശേഷം കഠിനമായ വേദന വരുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് ഒന്നും കൊടുക്കാതെ അപ്പോൾ റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് മാത്രം ചെയ്യുക. എപ്പോഴും ചെയ്യുമ്പോൾ ഫസ്റ്റിൽ റിലാക്സേഷൻ കൊടുക്കുക, ഫ്രീ മൂവ്മെൻറ്റ് ഒന്ന് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ഒരു ഇമേജും കൂടി മനസ്സിൽ കൊടുക്കുക. ആ ഒരു ഇമേജിലൂടെ നമുക്ക് നമ്മുടെ ശാരീരിക മൂവ്മെൻറ്റിലൂടെ നമുക്ക് എന്താണ് എടുക്കുക, ആ പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു രീതിയിലൂടെ പത്മാസനം കാണിച്ചുകൊണ്ട് ഞാനിതാ നിർത്തുകയാണ്. ഓക്കെ, നമസ്കാരം.